എല്ലാവർക്കും നമസ്കാരം. പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാ എക്സിറ്റ് പോൾ പ്രവചനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ടാണ് ബീഹാറിൽ BJPയും NDAയും തകർപ്പൻ വിജയം നേടിയത്. അതായത് 243 അസംബ്ലിയിൽ 202 സീറ്റാണ് BJPയും NDAയും നേടിയിരിക്കുന്നത്. ഇതിൽ തന്നെ BJP ഏകദേശം 93 സീറ്റാണ് നേടിയത്. അത് കഴിഞ്ഞ തവണ കിട്ടിയതിനെക്കാട്ടി 78 സീറ്റിനെക്കാട്ടിയും കൂടുതൽ സീറ്റ് ഇത്തവണ BJP നേടി. അതുമാത്രമല്ല, കോൺഗ്രസിന് വെറും 5 സീറ്റ് കൊണ്ട് തൃപ്തിപ്പെടേണ്ടി വന്നു. അതായത് CPM ML എന്ന് പറയുന്ന പാർട്ടി പോലും 6 സീറ്റ് ഇവിടെ നേടി. പക്ഷെ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യം ഇതല്ല. BJP അവരുടെ ചരിത്രത്തിലെ ഏറ്റവും വലിയ വിജയമാണ് ബീഹാറിൽ നേടിയിരിക്കുന്നത്. അത് ഏറ്റവും കൂടുതൽ ആഘോഷിച്ചാരെന്നറിയോ? നിങ്ങൾ സ്വപ്നത്തിൽ പോലും വിചാരിക്കാതെ, അതായത് നിങ്ങൾ ട്രോളുന്നല്ല, BJP ഏതൊരു ഇലക്ഷൻ ജയിക്കുമ്പോഴും ട്രോളുന്ന കൈരളി TVയും CPMകാരുമാണ് കേരളത്തിൽ ആഘോഷിച്ച്. നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നോ? കൈരളി TV സാധാരണ BJPക്ക് അനുകൂലമായിട്ട് റിസൾട്ട് ഉണ്ടാകുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ തന്നെ, അതായത് ഏകദേശം ഇലക്ഷൻ്റെ റിസൾട്ട് പുറത്തു വരുമ്പോൾ ഏകദേശം 1-2 മണിക്കൂർ കഴിയുമ്പോൾ ഒരു ട്രെൻഡ് വ്യക്തമാവും. ആ ട്രെൻഡ് അനുസരിച്ച് എന്ന് പറയുന്നത് BJPക്ക് അനുകൂലമാണെങ്കിൽ അവർ പെട്ടെന്ന് നിർത്തും. അതായത് പിന്നീട് അവർ വലിയേട്ടൻ സിനിമ കളിക്കും. ഇതാണ് അവരുടെ പരിപാടി. അല്ലെങ്കിൽ മറ്റേ രശ്മി നായരെ കുക്കറി ഷോ നടത്തും. അങ്ങനെയുള്ള പരിപാടിയാണ് ഇവർ ഇവിടെ നടത്താറ്. പക്ഷേ ഇപ്പോഴും ഈ സമയവും വരെയായിട്ട്, അതായത് ഇലക്ഷൻ റിസൾട്ട് ഏകദേശം മിക്ക സീറ്റിലും വിജയം പ്രഖ്യാപിച്ചു. മാസീവ് ലീഡാണ് BJPക്ക്. അതായത് ഇനി എന്ത് തന്നെ സംഭവിച്ചാലും അടുത്താൾ ജയിക്കാൻ പോകുന്നില്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനാണ്. ഒഫീഷ്യലി എല്ലാ സീറ്റും വിജയം ഡിക്ലെയർ ചെയ്തില്ലെങ്കിലും ഉറപ്പായിട്ട് NDA കാൻഡിഡേറ്റ്സ് ജയിക്കും എന്നൊരു ഘട്ടമാണ് ഇപ്പോഴും ഉള്ളത്. പക്ഷേ ആ ഘട്ടത്തിൽ ഇപ്പോഴും വലിയ രീതിയിൽ കൈരളി TVയും ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് കോൺഗ്രസിൻ്റെ തോൽവിയാണ് അവർ ആഘോഷിക്കുന്നത്. അതായത് കോൺഗ്രസ് എന്ന പ്രസ്ഥാനം ഇന്ത്യക്ക് ആവശ്യമില്ല. അതായത് ബീഹാറിൽ പോലും കോൺഗ്രസിനെക്കാട്ട് സീറ്റ് ഇടത് മുന്നണി എന്നാണ് പറയുന്നത്. അതായത് CPയും അവരൊരു കാര്യം മറച്ചു നോക്കുന്നുണ്ട്. CPIയും CPMനും 0 സീറ്റാണ്. നോട്ടൊക്കെ താഴെയാണ്. അവിടുത്തെ ഈ മാർക്സിസ്റ്റ് ലെനിനിസ്റ്റ് എന്ന് പറയുന്ന പാർട്ടിയാണ് 6 സീറ്റ് നേടി. കോൺഗ്രസിനെക്കാട്ടിയും കൂടുതൽ സീറ്റ് ഇവിടെ നേടി. പക്ഷേ ഇവരെന്താണ് ആഘോഷിക്കുന്നത്? ഈ കൈരളി TV ആയാലും കേരളത്തിലെ സഖാക്കന്മാരായാലും വലിയ രീതിയിൽ ആഘോഷിക്കുന്നുണ്ട് ഈ BJPയുടെ വിജയം അല്ല, കോൺഗ്രസിൻ്റെ പരാജയം. അതായത് ഇനി നടക്കാൻ പോകുന്നത് കേരളം, അസം, ബംഗാൾ, അങ്ങനെയുള്ള തമിഴ്നാട്, ഈ സംസ്ഥാനങ്ങളിലെ ഇലക്ഷൻ നടക്കാൻ പോകുന്നത്. അപ്പോൾ ഇവിടെ വലിയ രീതിയിൽ ഇപ്പോൾ ആകെ കച്ചിത്തുരുമ്പുള്ള ഇന്ത്യയിലെ ഭരണത്തിലിരിക്കുന്ന CPM ഭരണത്തിലിരിക്കുന്ന ഏക സംസ്ഥാനം കേരളമാണ്. അപ്പോൾ അവിടെ വലിയ രീതിയിലുള്ള ഒരു ആൻറ്റി ഇൻകുംബൻസി, ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് കോൺഗ്രസ് പ്രചരിപ്പിക്കുന്നു. അപ്പോൾ ഇവർ പ്രചരിപ്പിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ ഇപ്പോൾ ചെന്നിത്തല തന്നെ പറഞ്ഞത് അവിടെ വിജയിച്ചത് NDA അല്ല, SIR ആണ് വിജയിച്ചത്. തിരഞ്ഞെടുപ്പ് കമ്മീഷനാണ് വിജയിച്ചത്. അപ്പോൾ ഇത് വെച്ചിട്ട് തന്നെയാണ് ഇവിടുത്തെ CPMകാരും കൈരളി TVയൊക്കെ വലിയ രീതിയിൽ ആഘോഷം നടത്തുന്നത്. അതായത് കേരളത്തിലോട്ട് വരുമ്പോൾ അവർ ഇത്തരത്തിലുള്ള സെയിം കാര്യം തന്നെ പറയുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അതായത് അവർ അവിടെ ചെയ്ത്, അത് കേരളത്തിൽ കോൺഗ്രസ് വിജയിക്കുകയാണെങ്കിൽ അവർ അത്തരത്തിൽ പറയുമെന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പറയുന്നത്. അപ്പോൾ ഇന്ന് ഞാനൊരു കമൻറ്റ് കണ്ടു. അതായത് ഒരു കോൺഗ്രസ്സുകാരൻ പറയുകയാണ് CPMമാരെന്തോ സ്മൈലി ഇട്ടതിനും ഇതായിട്ട് മറുപടിയായിട്ട്, അതായത് നിങ്ങൾ ആദ്യം പിണറായി വിജയനോട് ഒരു അക്ഷരം പറയാൻ പറ. അത് വോട്ട് ചോദ്യയെക്കുറിച്ച് പിണറായിയോട് പറ, ഒരു അക്ഷരം എന്തെങ്കിലും പറയാൻ പറ, അതിനെതിരെ വായ തുറക്കാൻ പറ എന്ന് പറഞ്ഞു. പക്ഷേ മറുപടി കൊടുത്തേ, കട്ട സഖാവ് മറുപടി കൊടുത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളെന്താ അലമ്പ് കാണിച്ച് തോറ്റേന് ഞങ്ങളെന്ത് പഴിച്ചു. അതായത് അയാൾ പറയുന്നത് വെച്ചാൽ, കോൺഗ്രസ്സുകാരൻ പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, അതായത് തോറ്റത് കോൺഗ്രസ് അല്ല, ഇന്ത്യയാണ്, ഇന്ത്യയിലെ ജനങ്ങളാണ് തോറ്റതെന്ന്. അപ്പോൾ പോയി പണി നോക്കുക, പണിയെടുത്ത് ജനങ്ങൾക്ക് വേണ്ട വല്ല കാര്യങ്ങൾ ചെയ്തു കൊടുത്ത് ജനങ്ങൾ വിജയിപ്പിക്കും, അല്ലാണ്ട് ചുമ്മാ ഡയലോഗ് അടിക്കല്ലേ എന്നാണ് ഈ കമ്മ്യൂണിസ്റ്റുകാരൻ മറുപടി കൊടുത്തി കോൺഗ്രസ്സുകാരന്. ഇത് ശരിക്കും ഒരു ചൂണ്ട് പലകയാണ്. അത് ഇതിൽ സത്യത്തിൽ ഊറിച്ചിരിക്കുന്ന ആരാന്നറിയോ? സത്യത്തിൽ പിണറായി വിജയനാണ് ഊറിച്ചിരിക്കുന്നത്. അതായത് കോൺഗ്രസിന് ഇവിടെയും വലിയ സ്കോപ്പില്ല. ഇപ്പം തന്നെ വലിയ രീതിയിൽ ഈ സൈബർ സഖാക്കൾ തന്നെ വലിയ രീതിയിൽ പറയുന്നുണ്ട്. അതായത് BJP അവർ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, BJP വിജയിച്ചത് രാജ്യത്തിന് നാശമാണ്. പക്ഷേ അതിലും വലിയ തെറ്റെന്ന് വെച്ച് കഴിഞ്ഞാൽ കോൺഗ്രസ് ജനങ്ങളോട് ചെയ്തതാണ്. അതായത് വേണ്ടാത്ത കാര്യങ്ങൾ എന്തിനാണ് ജനങ്ങൾ വോട്ട് ചെയ്യിപ്പിച്ച്, ഇവിടെ പിണറായി വിജയൻ പറയുമോ ഇവിടെ വോട്ട് ചോരിയിലാണ് BJP ജയിക്കുന്നത്? ഒരിക്കലും പറയില്ല. കാരണം എന്ന് വെച്ചാൽ തുടർച്ചയായി 2 തവണ അധികാരത്തിൽ എത്തിയ ആളാണ് ഈ പിണറായി വിജയൻ. അത് വോട്ട് ചോരി നടത്തിയിട്ടാണോ? അങ്ങനെയാണ് കേരളത്തിൽ BJPക്ക് അധികാരത്തിൽ വന്നുകൂടെ? അപ്പോൾ പിണറായി വിജയൻ ഒരിക്കലും പറയില്ല. അപ്പോൾ കർണാടകയിൽ അടുത്ത് കോൺഗ്രസ് വൻ ഭൂരിപക്ഷത്തിൽ ജയിച്ചല്ലോ, അപ്പോൾ അത് വോട്ട് ചോരിയിലാണോ? അത് തന്നെയാണ് ഇവിടുത്തെ സഖാക്കൾ പറയുന്നത്. അപ്പോൾ വലിയ രീതിയിലുള്ള എന്താ പറയേണ്ടത്, ഈ കോൺഗ്രസിനെ വിമർശിക്കാൻ വേണ്ടിയിട്ട് വലിയ രീതിയിലുള്ള ഒരു പ്രചാരണം ഈ ബീഹാറിൻ്റെ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ സൈബർ സഖാക്കൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അതായത് ഇപ്പോൾ നമ്മുടെ ഇലക്ഷൻ വരാൻ പോകണം വലിയ രീതിയിൽ. അതായത് കോൺഗ്രസ് മുക്ത ഭാരതിനെ ഇവർ നൈസായിട്ട് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇന്ന് തന്നെ ഒരു കമൻറ്റ് കണ്ടു. അതായത് ഒരു BJPക്കാരൻ ഒരു കമൻറ്റ് ഇട്ടു. അതായത് കോൺഗ്രസ് മുക്ത ഭാരത് ആണ് ഇനി നടക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലൊരു കമൻറ്റ് ഇട്ടു. അപ്പോൾ അതിനെതിരെ കുറേ സുഡാപ്പികളൊക്കെ, നിങ്ങൾ വോട്ട് ചോരി നടത്തിയിട്ടല്ലേ, ഡൽഹിയിൽ സ്ഫോടനം നടത്തിയിട്ടല്ലേ വിജയിച്ചെന്നുള്ള രീതിയിലുള്ള കാര്യങ്ങളൊക്കെ പഴയ സ്ഥിരം ക്യാപ്സ്യൂളുകൾ അവതരിപ്പിക്കാൻ തുടങ്ങി. അപ്പോൾ അതിനുശേഷം ഇവർ കൊടുത്ത മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾക്ക് പറ്റില്ലെങ്കിൽ നിർത്തിപ്പോടെ. അതായത് ഈ വെറുതെയല്ല BJPക്ക് പറയുന്ന കോൺഗ്രസ് മുക്ത ഭാരത്, അത് നിങ്ങളെപ്പോലെ ആൻറ്റി നാഷണൽ ആൾക്കാരാണ് നിങ്ങൾ. അത്തരത്തിലാണ് ഈ സഖാക്കന്മാർ ഇപ്പോൾ പറയുന്നത്. അതായത് ഈ വോട്ട് ചോരി എന്ന് പറയുന്ന ഒരു ആൻറ്റി നാഷണലിസ്റ്റ് ആക്ടിവിസമാണ് എന്നാണ് ഇവരിപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ബീഹാർ ഇലക്ഷൻ്റെ പശ്ചാത്തലത്തിൽ. വെറുതെയല്ല, ഇപ്പോൾ ഇനി ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കാൻ പോവുകയാണ്. വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരം ഇവിടെയുണ്ട്. അപ്പോൾ കേരളത്തിൽ വലിയ രീതിയിൽ സഖാക്കന്മാരൊക്കെ വലിയ രീതിയിൽ പ്രചാരണം ആരംഭിച്ചു കഴിഞ്ഞാൽ, കോൺഗ്രസ് രാജ്യത്ത് തന്നെ പോകണം, എന്നാൽ മാത്രമേ രാജ്യം
രക്ഷപ്പെടൂ. അപ്പോൾ ഒരക്ഷരം പോലും ഈ വോട്ട് ചോരി എന്ന് പറയുമ്പോൾ ഇവിടുത്തെ സഖാക്കന്മാരോ രാഹുൽ ഗാന്ധിക്ക് അനുകൂലമായിട്ടോ പിണറായി വിജയൻ ഒരു അക്ഷരം പറഞ്ഞിട്ടില്ല. നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ ബി.ജെ.പി കുറിച്ച് പറയുമ്പോൾ പിണറായി വിജയൻ സംഘപരിവാർ എന്ന് ഒരു വാക്ക് ഉപയോഗിക്കുന്നല്ലാതെ എപ്പോഴെങ്കിലും ഇങ്ങനത്തെ വാക്ക് ഉപയോഗിച്ചിട്ടുണ്ടോ? ബി.ജെ.പി എന്നോ നരേന്ദ്രമോദി എന്നോ അമിത്ഷാ എന്നോ എന്നൊക്കെ മുമ്പ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ അതിനുശേഷം പല സംഭവവികാസങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ, രാഷ്ട്രീയ സംഭവവികാസങ്ങളും ഉണ്ടായിട്ടുണ്ടല്ലോ. അപ്പോൾ എന്ത് തന്നെയായാലും ബി.ജെ.പിയുടെ വിജയം കൈരളി ടി.വിക്ക് ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്, വലിയ രീതിയിൽ ആഘോഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അതായത് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, സാധാരണ ഇലക്ഷൻ്റെ ഒരു ട്രെൻഡ് വന്നു കഴിഞ്ഞാൽ അവർ കുറച്ച് ഒരു 1-2 മണിക്കൂർ കഴിയുമ്പോൾ വലിയേട്ടൻ അല്ലെങ്കിൽ രശ്മി നായർ കുക്കറി ഷോ ഒക്കെയാണ് കാണിക്കാറ്. പക്ഷേ ഇത്തവണ വലിയ രീതിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവർ കോൺഗ്രസിൻ്റെ പരാജയം തന്നെ അത് പ്രത്യക്ഷമായിട്ട് ചില ഇടത് സഹയാത്രികരൊക്കെ വന്ന് സ്ഥിരം കൈരളി ടി വിയിലൊക്കെ ഡിബേറ്റിനൊക്കെ വരുന്ന ആൾക്കാർ വന്ന് പറയുകയാണ് കോൺഗ്രസ് മുക്ത ഭാരതം ആവശ്യമാണെന്ന തരത്തിൽ. അതായത് ജനാധിപത്യ പ്രക്രിയയിലൂടെ അധികാരത്തിലെത്തിയ ഒരു സർക്കാരിനെ ആക്ഷേപിക്കുന്ന തരത്തിൽ ഇങ്ങനെ കാര്യങ്ങൾ അവതരിപ്പിച്ചു കഴിഞ്ഞാൽ വലിയ രീതിയിൽ തിരിച്ചടി ഉണ്ടാകും, ജനങ്ങൾ തിരിച്ചടി ഉണ്ടാകുമെന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ കേരളത്തിലേക്ക് വരികയാണെങ്കിൽ ഇനിയിപ്പം കോൺഗ്രസിന് എന്ത് ചെയ്യാൻ പറ്റും? എന്ത് പറയും ഇവിടെ ഇലക്ഷനിൽ? അതായത് ഇവിടെ ഇനിയിപ്പം അസംബ്ലി ഇലക്ഷൻ നടക്കാൻ പോകണം. ഈ കേരളത്തിലും ഒരു ഭരണത്തിൽ എത്താൻ പറ്റിയില്ലെങ്കിൽ വലിയ രീതിയിൽ പ്രശ്നങ്ങളാണ് ഉണ്ടാകുമെന്ന്. അതായത് കോൺഗ്രസ് എന്ന പാർട്ടി ഇല്ലാതാകാൻ പോകും. ഇവിടുത്തെ സിറ്റുവേഷൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ബി.ജെ.പി ഒരു 10 സീറ്റ് പിടിച്ചു കഴിഞ്ഞാൽ കലങ്ങി മറിയും ഇവിടെ. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നീട് CPM ഇവർ ഒരുമിച്ച് ഭരിക്കാൻ പറ്റുമോ? പറ്റില്ല. അപ്പോൾ അത്തരത്തിലുള്ള ഒരു സങ്കീർണമായ സാഹചര്യമാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ആ ഒരു ഇതിലോട്ട് വരുമ്പോൾ, ഈ ഒരു കേരളത്തിലൊരു കോൺടെക്സ്റ്റിലോട്ട് വരുമ്പോൾ പിണറായി വിജയനൊന്നും ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പോൾ ഇപ്പോൾ വലിയ രീതിയിൽ ഭരണവിരുദ്ധ വികാരത്തിന് തടയിടാൻ വേണ്ടിയിട്ട്, അത് കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് ഇതേ കോൺഗ്രസ് കണ്ടില്ല എല്ലാ സംസ്ഥാനത്തും ഇങ്ങനെ വൈപ്പ് ഔട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് അവർ ഈ രാജ്യത്തിന് തന്നെ വേണ്ടാത്തൊരു പാർട്ടിയെ മാറിക്കൊണ്ടിരിക്കുകയാണ്. അതായത് അവരുടെ ആശയങ്ങളും അവരുടെ നേതാക്കന്മാരും എല്ലാം പിന്തിരിപ്പൻ ഇതാണ്, ആൻറ്റി നാഷണലാണ്. ആ ലെവലിലാണ് കാര്യങ്ങൾ ഇപ്പോഴും സഖാക്കന്മാർ സൈബർ സ്പേസിൽ ഉണ്ടാക്കിയെടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇലക്ഷൻ എടുക്കുകയാണല്ലോ. അവൾ ഈ കൈരളി ടി വിയുടെയും സഖാക്കന്മാരുടെ വമ്പൻ മാറ്റം ശരിക്കും ബി.ജെ.പി ഇപ്പം ഗാലറി ഇരുന്ന് കളിയാണെയാണ്. അപ്പോൾ ഇവർ തന്നെ ഇപ്പം പരസ്പരം ഈ കോൺഗ്രസ്സുകാരും CPM-മാരും ഈ സൈബർ സ്പേസിൽ ഇങ്ങനെ പോരടിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് അറിയാം. അതായത് പിണറായി വിജയൻ ഒരു അക്ഷരം പോലും സപ്പോർട്ട് ചെയ്ത് പറയുന്നില്ല രാഹുൽ ഗാന്ധിക്ക് വേണ്ടിയിട്ട്. അതായത് വോട്ട് ചോരി നടക്കുന്നു, അതിനെക്കുറിച്ചൊന്നും ഒരു അക്ഷരം പറയുന്നില്ല എന്നാണ്. എന്തിനാണ് ഇത്? എന്തെങ്കിലും പറഞ്ഞാൽ, അതായത് ആവശ്യമുള്ള കാര്യത്തിന് സപ്പോർട്ട് ചെയ്യും. ഇപ്പോൾ എന്തെങ്കിലും കാര്യം, അതായത് ബി.ജെ.പി ചെയ്യുന്ന എന്തെങ്കിലും തെണ്ടിത്തരം ചെയ്യുന്നുണ്ടെങ്കിൽ അത് കോൺഗ്രസ് നിങ്ങൾ പുറത്തു കൊണ്ടുവരും. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, അങ്ങനെ ഉണ്ടെങ്കിൽ ജനങ്ങൾ സപ്പോർട്ട് ചെയ്യും. പിണറായി വിജയൻ എല്ലാവരും സപ്പോർട്ട് ചെയ്യും. അത് തന്നെയാണ് ഇവിടുത്തെ സഖാക്കന്മാർ പറയുന്നത്. അല്ലാണ്ട് വെറുതെ രാജ്യത്ത് നടക്കാത്ത കേസുകൾ പറഞ്ഞിട്ട് CPM ഇവിടെ ഇത്രയും പ്രശ്നമുണ്ടായിട്ട്, അതായത് ഈ വോട്ട് ജോലി എന്നൊക്കെ പറഞ്ഞിട്ട് മറ്റേ കുറേ ആൾക്കാർ ഇങ്ങനെ കയറ്റിയിട്ടാണ് ഇതൊക്കെ ചേർക്കുന്നത്. CPM ഒരു അക്ഷരം പറഞ്ഞു, സൈബർ സ്പേസിൽ ബി.ജെ.പി അല്ലാതെ ഒരക്ഷരം പറഞ്ഞിട്ടില്ല, പറയില്ല. അവർക്കറിയാം. പക്ഷേ തുടർച്ചയായി 2 വർഷം അധികാരത്തിൽ ഇരുന്നൊരു പാർട്ടിയാണ്. ആ പാർട്ടി എങ്ങനെ പറയാമെന്ന്, അതായത് ഇന്ത്യയിൽ മൊത്തം വോട്ട് ജോലി നടന്നിട്ടാണ് ബി.ജെ.പി അധികാരത്തിൽ വരുന്നത്, അങ്ങനെയൊന്നും അവർ ഒരിക്കലും പറയില്ല. അപ്പോൾ ഈ കോൺഗ്രസിൻ്റെ പതനം ശരിക്കും സന്തോഷിപ്പിക്കുന്നത് പിണറായി വിജയനും CPM-നെ തന്നെയാണ്. അതുകൊണ്ടാണ് ഇവർ വലിയ രീതിയിൽ ഇങ്ങനെ കൊണ്ടാടുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾ സോഷ്യൽ മീഡിയ എടുത്ത് നോക്കൂ. അതായത് ഈ സഖാക്കന്മാർ, പ്രത്യേകിച്ച് സൈബർ സ്പേസിലെ സഖാക്കന്മാരുടെ പ്രൊഫൈലൊന്ന് കയറി വിസിറ്റ് ചെയ്ത് നോക്കുക, അവരുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽസ് ഒന്ന് കയറി നോക്കൂ. വലിയ രീതിയിലുള്ള ഈ കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന തരത്തിൽ ബി.ജെ.പിയെ പുകഴ്ത്തിയിട്ടല്ല, കോൺഗ്രസിനെ ആക്ഷേപിക്കുന്ന രീതിയിൽ, അതായത് രാഹുൽ ഗാന്ധിയും കോൺഗ്രസിനെയും ചെന്നിത്തലയൊക്കെ വലിയ രീതിയിൽ കളിയാക്കുന്ന തരത്തിലുള്ള കാര്യങ്ങൾ ഇന്ന് തന്നെ ശശി തരൂർ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ശശി തരൂരിനടുത്ത് ഒരാൾ ചോദിച്ചു, ഒരു മാധ്യമപ്രവർത്തകൻ ചോദിച്ചു, ബീഹാറിൻ്റെ ഇലക്ഷനെ കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളതെന്ന്. അപ്പോൾ പുള്ളി പറഞ്ഞ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അവിടെ പ്രചാരണത്തിന് പോയ കേരള നേതാക്കന്മാരോട് ചോദിക്കണം എന്താണ് അവിടെ സംഭവിച്ചത്. വ്യക്തമായി ക്ലിയർ ആയിട്ടുള്ള ഒരു സ്റ്റാൻഡ് തന്നെയാണ്. അതായത് അവരോട് പോയി ചോദിക്കട്ടെ, അതായത് എന്നോട് ആനന്ദരം എന്ന് ചോദിക്കുന്നത്. അതായത് പുള്ളിയെ പോലും ഒരു ക്യാമ്പയിന് പോലും അവിടെ അടുപ്പിച്ചില്ല. ഒന്ന് ആലോചിച്ച് നോക്കി. അപ്പോൾ ഇവിടെ നിന്ന് ഇഷ്ടക്കണക്കിന് ചെന്നിത്തലയായാലും KC ആയാലും ഇഷ്ടക്കണക്കിന് നേതാക്കന്മാർ അവിടെ പോയിട്ട് വലിയ രീതിയിൽ പ്രചാരണം നടത്തിയിരുന്നു. അവരോട് പോയി ചോദിക്കുക എന്തുകൊണ്ടാണ് തോറ്റതെന്നില്ല ഒരു ക്ലിയർ മെസ്സേജ് തന്നെയാണ് ഈ തരൂർ ഇറക്കം കൊടുത്തിട്ട്. അപ്പോൾ തരൂരിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെ വെച്ചിട്ട് ഈ സഖാക്കന്മാരൊക്കെ വലിയ രീതിയിൽ ആഘോഷം നടത്തിക്കൊണ്ടിരിക്കുന്നത്. എന്തിനായാലും ബീഹാറിൽ ബി.ജെ.പി നേടിയ ചരിത്രപരമായ വിജയം കൂടുതൽ സന്തോഷിപ്പിക്കുന്നത് പിണറായി വിജയനും കൈരളി ടി.വി എടുത്ത സഖാക്കന്മാരെയാണ്. അതായത് ഇനി അടുത്ത് നടക്കേണ്ട കേരളത്തിലും കൂടി അവർ ചാമ്പലാവുന്ന രീതിയിലുള്ള ഒരു പ്രചരണം സോഷ്യൽ മീഡിയയിൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെയാണ് വലിയ രീതിയിൽ ആഘോഷം ഇവർ നടത്തുന്നത്. നന്ദി, നമസ്കാരം. മറ്റു വീഡിയോ കാണാം.